ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ കഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഗായ്സ്. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസത്തെ ഹെയർ പാക്ക് ചാനലിൽ കാണിച്ചായിരുന്നു. കാണാത്തവർ പോയി ആ വീഡിയോ ഒന്ന് കാണട്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഹെയറിലൊന്നും അപ്ലൈ ചെയ്തില്ല, ഹെയറിനെ അങ്ങനെ വിട്ടു. ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ ഒരു കാര്യം കൂടി പറയാം. നമ്മളെല്ലാ ദിവസവും ഡെയിലി നമ്മൾ കഞ്ഞിവെള്ളം ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഓൾറെഡി ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ പൊതുവേ തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് തലനീരിറങ്ങിയിട്ട് പനി പിടിക്കാൻ ജലദോഷമൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നിരാടം ചെയ്താൽ മതി. അതുമല്ല നമ്മൾ ഡെയിലി അങ്ങ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് ഹെയർ അത്രയും അങ്ങ് വലിച്ചെടുക്കില്ല. ഹെയറിനും അത് അബ്സോർബ് ചെയ്ത് വളരാനായിട്ടൊരു ടൈം നമ്മൾ കൊടുക്കണമല്ലോ. അതുമല്ല നമ്മുടെ ഹെയറിനെ നമുക്ക് ഒന്ന് കണ്ടീഷൻ ചെയ്ത് നിർത്തുകയും വേണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പാക്ക് അപ്ലൈ ചെയ്തിട്ട് നാളെ അപ്ലൈ ചെയ്യുന്നില്ല, അതായത് ഒന്നിരാടം ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ചലഞ്ച് പോകുന്നത്. അപ്പോൾ ഒരു മാസം 30 ദിവസം ആണെങ്കിൽ 15 ദിവസം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യും, 15 ദിവസം നമ്മൾ ഹെയറിനെ ഫ്രീ ആയിട്ട് വിടും. എന്നിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ പാക്ക് എന്താണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഒക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഹെയറിൽ. ഇതും ഇന്നത്തെ നമ്മുടെ പാക്കിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മസ്റ്റായിട്ട് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ മുകളിലേക്കൊന്ന് മുടിയൊന്ന് കെട്ടി വെച്ചായിരുന്നു. എന്നിട്ട് ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, കഞ്ഞിവെള്ളവും ഉലുവയും തന്നെയാണ്. പക്ഷേ 2 ദിവസം വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. ഈ ഉലുവ എന്ന് പറയുന്നത് 2 ദിവസം നമ്മുടെ കഞ്ഞിവെള്ളത്തിലിട്ടിരുന്നു. അതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിക്കുന്നുണ്ട്. അതായത് ഇന്നാണ് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ടിട്ട് വെച്ചതെങ്കിൽ മറ്റന്നാളാണ് ഞാനത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക്. ഈ പാക്ക് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ നമ്മളിത് മിക്സിയിലൊന്നും അരച്ചെടുക്കാത്തത് കൊണ്ട് വളരെ ഈസിയാണ് നമുക്ക് വാഷ് ചെയ്ത് കളയാനായാലും. മാക്സിമം ആ ഒരു ഉലുവയുടെ ആ ഒരു ഗുണങ്ങളെല്ലാം ആ കഞ്ഞിവെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒരു ദിവസം നമ്മൾ ഇട്ടിട്ട് പിറ്റേന്ന് നമ്മൾ അരച്ചെടുക്കുന്നതിനൊക്കെ കാട്ടിലും നല്ലത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു എന്തോ ഒരു അടിപൊളി ഷാമ്പു നമ്മുടെ ഹെയറിൽ തേച്ചിട്ട് വാഷ് ചെയ്യുന്ന ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയും കേട്ടോ. അപ്പം അടിപൊളി പാക്കാണ് ഇത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചൊന്ന് ഹെയർ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് ഞാൻ പക്ഷേ സ്കിന്നിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഇട്ടു കേട്ടോ. കാര്യം എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. ഫേസിലിടാം, ഓയിലി സ്കിൻകാർക്കൊക്കെ ഫേസിലിടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ നമുക്ക് ചലഞ്ചൊക്കെ വരും വീഡിയോസിലും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം. ഓൾറെഡി ഞാനിപ്പോൾ ഒരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു 1 മന്ത്. പക്ഷേ ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. കാര്യം റിസൾട്ട് വന്നിട്ട്, അതായത് ആ ഒരു 1 മന്ത് കഴിഞ്ഞ് റിസൾട്ട് ആകുന്നെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാര്യം ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയറിനെ നീളം വെക്കുന്നതിനേക്കാട്ടിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഹെയറിനെ ആ ഒരു ഹെൽത്തി കണ്ടീഷനിൽ നിർത്തിയിട്ട് നമ്മുടെ മുടി ഒന്ന് ഒരു തിക്കൻഡായിട്ടുള്ള ഒരു നല്ലൊരു കട്ടിയുള്ള മുടി പോലെ നമുക്കൊരു ഫീല് തരുന്നു. അതുപോലെ ഓരോ മുടികൾ നിങ്ങൾ എടുത്തു നോക്കിയാലും നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നും. ഓരോ മുടികൾ എടുത്ത് നോക്കുമ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതൊക്കെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് നീളം വയ്ക്കാൻ സഹായിക്കും. പക്ഷേ എങ്കിലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നീളത്തേക്കാൾ നല്ലൊരു ഹെൽത്തി കണ്ടീഷനിൽ നമ്മൾ ഈ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്കൊരു ലുക്ക് കിട്ടുമല്ലോ, ആ ഒരു ലുക്ക് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ചലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ചലഞ്ച് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ഗായ്സ്.